ഇന്ന് 2020 മെയ് മാസം ആദ്യത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഞായർ ആരാധനയിലേക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമാത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് പ്രാരംഭമായി തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെ ഉടയവനും കാരണഭൂതനുമായ ഞങ്ങളുടെ ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം കാണാനും ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന് വിശ്വാസ സമൂഹങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ജീവിതത്തിൽ ഒരു വലിയൊരു അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. 2-3 പേർ ഒരു മനസ്സോടെ കൂടുന്നിടത്ത് ഞാനുണ്ട് എന്നുറപ്പ് തന്ന തമ്പുരാനെ, ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനയിൽ അവിടുന്ന് പ്രസാദിക്കണമേ, അങ്ങ് മനസ്സലിയണമേ. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധാനത്തിൽ എത്തുന്നതിൻ്റെ എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റിത്തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പുതുക്കം പ്രാപിച്ച് ആരാധിപ്പാൻ ഈ സമയം ഞങ്ങളെ ഒരുക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പെന്തക്കോസ്തിൻ്റെയും അനുഭവം ഞങ്ങൾക്ക് തരണമേ. യേശുവേ, ഞങ്ങൾ ആരാധന കഴിഞ്ഞ് വിവിധ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഉത്സാഹത്തോടെ വ്യാപൃതരാകാനുള്ള ശക്തി ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് തരണമേ. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ പുതിയ ആഴ്ചയിൽ ജീവിക്കാനുള്ള ആത്മബലം, ശരീരസുഖം, പിടിച്ചു നിൽക്കാനുള്ള ശക്തി, ഇവയൊക്കെയും ഈ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്റെ സന്നിധാനത്തിലേക്ക് വിനയപ്പെടട്ടെ കർത്താവേ. രോഗികളുണ്ട് നാഥ, മനം തകർന്നവരുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളുമായി സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്തുന്ന നിന്റെ മക്കൾ ഈ ആരാധനയിലൂടെ അങ്ങ് എല്ലാവരെയും സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശബ്ദം ഞങ്ങളെ ഇന്ന് കേൾപ്പിക്കണമേ. പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരാധന ആരംഭിക്കുന്നു. സർവമനുമഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി സ്തുതി ഗീതമായി നമുക്ക് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 28ാമത്തെ പാട്ട് ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 28ാമത്തെ പാട്ട്. എല്ലാരും യേശുനാമത്തെ എന്നേക്കും വന്നേക്കും, എല്ലാറ്റിൻ്റെ കർത്താവിനും മഹത്വം കൊടുപ്പിൻ, മഹത്വം കൊടുപ്പിൻ, മഹത്വം കൊടുപ്പിൻ. എല്ലാറ്റിൻ്റെ കർത്താവിനും മഹത്വം കൊടുപ്പിൻ. താൻ വീണ്ടുകൊണ്ടിട്ടുള്ളോരെ വീടാതെ സ്തുതിപ്പിൻ. എല്ലാറ്റിൻ്റെ കർത്താവിനും മഹത്വം കൊടുപ്പിൻ, മഹത്വം കൊടുപ്പിൻ, മഹത്വം കൊടുപ്പിൻ. എല്ലാ
കർത്താവിനു മഹത്വം കൊടുപ്പിൻ. അജ്ഞാനത്തിൽ മുങ്ങിയോടെ സജ്ഞാനം ഗ്രഹിപ്പിൻ. എല്ലാറ്റിന്റെ കർത്താവിനു മഹത്വം കൊടുപ്പിൻ. മഹത്വം കൊടുപ്പിൻ. മഹത്വം കൊടുപ്പിൻ. എല്ലാറ്റിന്റെ കർത്താവിനു മഹത്വം കൊടുപ്പിൻ. ഓരോരോ ജാതി ജനമേ തന്നിൽ സന്തോഷിപ്പിൻ. എല്ലാറ്റിന്റെ കർത്താവിനു മഹത്വം കൊടുപ്പിൻ. മഹത്വം കൊടുപ്പിൻ. മഹത്വം കൊടുപ്പിൻ. എല്ലാറ്റിന്റെ കർത്താവിനു മഹത്വം കൊടുപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം കരേറ്റാം. ആരാധനക്രമത്തിൽ മൂന്നാമത്തെ പുറത്തിൽ കാണുന്നതായ ഒന്നാമത്തെ സ്തുതിലിത്താനി. സ്തുതിലിത്താനികൾ ഒന്നാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്ക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം ശാന്തമായി നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്ന എല്ലാ കുറവുകളും തെറ്റുകളും ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പാപികളാണ്. അറിഞ്ഞോ അറിയാതെയോ നാം എല്ലാവരും പാപികളാണ്. എന്നാൽ പാപത്തെ ഏറ്റുപറയാൻ ദൈവം നമുക്ക് ഈ ഒരു അവസരം തരികയാണ്. നമുക്ക് നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവിനോട് നമുക്ക് വിനയമായിട്ട് പ്രാർത്ഥിക്കാമോ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ അവിടുത്തെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ആരാധനക്രമത്തിലെ 11ാമത്തെ പുറത്തിലെ ലിത്താനി ഉപയോഗിക്കാം.
11-ാമത്തെ പുറത്തിലെ പ്രാർത്ഥന. ദൈവമേ, അങ്ങയുടെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങിച്ചേക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷാനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ചാസ്തികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെ മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. പാപങ്ങൾ ഏറ്റു പറഞ്ഞ നമ്മോട് തമ്പുരാൻ ഇങ്ങനെ പറയുന്നു: എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ച് കളയുന്നു. നിന്റെ പാപങ്ങളെ ഇനിമേലിൽ ഞാൻ ഒരിക്കലും ഓർക്കയില്ല. പ്രിയരെ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന ദൈവത്തിന് മനഃപൂർവ്വം സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കഴിഞ്ഞുപോയ ഓരോ മണിക്കൂറുകളിലും ദിവസങ്ങളിലും എത്രയോ അതിശയകരമായിട്ട് ദൈവം നമ്മെ കാത്ത് പരിപാലിച്ചു. വന്നതും വരാമായിരുന്നതുമായ അസ്വസ്ഥതകൾ, വേദനകൾ, ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങൾ, പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ദൈവമേ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട നിമിഷങ്ങൾ, വിവിധ രോഗങ്ങൾ കടന്നു വന്നപ്പോൾ, വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് അവിടെ എല്ലാം നമ്മെ ഭദ്രമായിട്ട് വഴി നടത്തി. ഈ കാലഘട്ടത്ത് ലോകത്തിലെ മഹാരോഗം അത് നമ്മെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതിൻ്റെ മധ്യത്തിലൂടെ ജീവിപ്പാൻ, ധൈര്യം പ്രാപിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കായും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാമോ? 14-ാമത്തെ പുറത്തിലെ പൊതുവായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പറയാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ യോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതൽക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിന് പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നിന്നുള്ളവയായി തീരേണ്ടതിന്, അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും, അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിയെ പരിസ്ഥപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പാഠപുസ്തകത്തിൽ നിന്നും 2-ാമത്തെ പാട്ടായിട്ട് 229-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതത്തിലെ 229-ാമത്തെ പാട്ട്. എൻ ദൈവമേ, നിന്നിലായ നാൻ ഭാഗ്യമേ, എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാൻ
കീർത്തിച്ചിടട്ടെ. ഭാഗ്യദാ ഭാഗ്യദാ യേശു എൻ പാപം തീർത്തനാ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയതാ, പാർത്തു ഘോഷിക്കാറാക്കിയതാ. ഭാഗ്യദാ ഭാഗ്യദാ യേശു എൻ പാപം തീർത്തനാ. വൻക്രിയ എന്നിൽ നടന്നു കർത്തനന്റെ, ഞാനവന്റെ. താൻ വിളിച്ചു ഞാൻ പിൻചെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യദാ ഭാഗ്യദാ യേശു എൻ പാപം തീർത്തനാ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയതാ, ആർത്തു ഘോഷിക്കാറാക്കിയതാ. ഭാഗ്യദാ ഭാഗ്യദാ യേശു എൻ പാപം തീർത്തനാ. സൗഭാഗ്യം നൽകും ബാന്ധവം വാഴ്ത്തും നീ ജീവകാലത്തിൽ. ക്രിസ്തേശുവിൽ എന്നാനന്ദം പാടും ഞാനന്ത്യകാലത്തും. ഭാഗ്യദാ ഭാഗ്യദാ യേശു എൻ പാപം തീർത്തനാ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയതാ, ആർത്തു ഘോഷിക്കാറാക്കിയതാ. ഭാഗ്യദാ ഭാഗ്യദാ യേശു എൻ പാപം തീർത്തനാ. 27-ാമത്തെ സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി പറയാം. 27-ാം സങ്കീർത്തനം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ പ്രതിവാക്യമായി പറയാം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും എപ്പോഴുന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള പാഠഭാഗം കേൾപ്പിൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ.
എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ദൈവമേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇന്നേക്കുള്ളതായ സുവിശേഷ പാഠഭാഗം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം, അതിൻ്റെ 10-ാമത്തെ അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലതയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പേൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവൻ എന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വായിച്ചു കേട്ട പാഠഭാഗം തുടർന്നുള്ള ധ്യാന നിമിഷങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണവാക്കുകളിലൂടെ ധൈര്യമായി പ്രഖ്യാപിക്കാം. ആരാധനക്രമത്തിൽ 22-ാമത്തെ പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമുറിയിൽ പാതിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ച് അല്പസമയം നമുക്ക് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. കർത്താവിനെ ആരാധിപ്പാനായിട്ട് ദൈവം നമുക്ക് തന്നതായ ഈ പ്രത്യേക സമയം, ദൈവമേ, എന്നോട് മനസ്സലിയണമേ. എൻ്റെ കുറവുകളെ പുറത്ത് നിന്റെ മകനായി മകളായി എന്നെ അങ്ങ് സ്നേഹിക്കണമേ, മാറോടണയ്ക്കണമേ എന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ നമ്മുടെ ലോകം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കഷ്ടതകൾ, ദുരിതങ്ങൾ, മഹാരോഗം, അതിൽ നിന്നുള്ള ഒരു വലിയൊരു ശാന്തി കിട്ടാൻ, ആശ്വാസം കിട്ടാൻ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാമോ? ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം വിശ്വാസ സമൂഹങ്ങൾ ഒരുമിച്ച് ദൈവമേ നീ പ്രവർത്തിച്ചേ മതിയാവോ എന്ന് പറയുന്ന ഒരു സമയം, ജാതി മതഭേദമന്യേ ദൈവത്തിങ്കലേക്ക്
എല്ലാവരും കണ്ണുകളെ ഉയർത്തുന്ന ഈ നാളുകൾ, എല്ലാവരും മനസ്സിലാക്കുന്നു, ദൈവമേ നീ കനിഞ്ഞാലേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ, നീ പ്രവർത്തിച്ചാലേ ഞങ്ങളുടെ ലോകത്തിന് നിലനിൽപ്പുള്ളൂ, ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ. ആ മനുഷ്യന്റെ വേദന, ഞങ്ങളുടെ വേദനയോടുകൂടിയുള്ള പ്രാർത്ഥന, ദൈവമേ നീ കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരുകൾക്ക് ഫലം തരുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിന് ഒരു ഫലം തരുന്നതായ ഒരു ദൈവം, വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നാം ചിന്തിക്കുന്നു, എത്രയോ എത്രയോ പ്രയാസങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ അതോടുകൂടി ചേർന്ന് നമ്മൾ ചിന്തിക്കുക, വേദപുസ്തകം പഠിപ്പിക്കുന്നു, നമ്മുടെ ദൈവമറിയാതെ നമുക്കൊന്നും വരികയുമില്ല. അതാണ് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടനഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, നിരാശയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിലും എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും വരികയില്ല. ആ ദൈവം എല്ലാറ്റിനും ഒരു പരിഹാരം വച്ചിട്ടുണ്ട്. ആ ഒരു വലിയ വിശ്വാസമാണ് നമ്മെ നിലനിർത്തേണ്ടത്. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഇത്തരണത്തിൽ ഓർക്കാമോ? സ്വർഗത്തിന്റെ പതിപ്പായിട്ട് ദൈവം നമ്മെ ഭൂമിയിലാക്കി. കുടുംബങ്ങളിൽ സമാധാനമില്ല എങ്കിൽ ദൈവത്തോട് നമുക്ക് പറയാം. നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ യേശുവിനോട് നമുക്ക് പറയാം. നമ്മുടെ കുടുംബത്തിൽ നാം ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിമിഷങ്ങളുണ്ട്. അത് യേശുവിനോട് ഹൃദയ നൊമ്പരത്തോടെ തന്നെ നമുക്ക് പറയാമോ? ഈ ലോകത്തിലെ മനുഷ്യനോട് നമ്മൾ പറയും, സഹായിക്കുന്നതിൽ, നമ്മെ കൈത്താങ്ങുന്നതിൽ, നമ്മുടെ വേദന കേൾക്കുന്നതിൽ ഈ ലോകത്തിലെ മനുഷ്യന് ഒരു പരിധിയുണ്ട്. പരിധിക്കതീതമായിട്ട് നമ്മുടെ വേദനകൾ കേൾക്കാൻ, നമ്മെ മാറോടണയ്ക്കാൻ, അന്ത്യം വരെ നമ്മോട് കൂടെ ഇരിക്കാൻ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ യേശുവ മാത്രമേ ഉള്ളൂ നമുക്കെല്ലാമായി. ആ യേശുവിന്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരും ഭയപ്പെട്ടു പോകരുത്. ജീവിതത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ട് മനസ്സ് ഇളകിപ്പോകരുത്. ലോകാവസാനത്തോളം എപ്പോഴും ഞാനുണ്ട് എന്ന് പറഞ്ഞ യേശു നമ്മോട് കൂടെ ഉണ്ട്. പഠിക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. എത്ര വേഗം അവർക്ക് പുതിയ സ്കൂൾ വർഷം ആരംഭിക്കാനും അവരുടെ ഭാവി അനുഗ്രഹമായി തീരാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തൊഴിൽ കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാര് ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ കിട്ടണം അപ്പാ. രാവും പകലും സമയം മെനക്കെട്ട് കാശുകൾ മുടക്കി പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലല്ലോ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് കഴിയാത്തതൊന്നുമില്ല. ഒരു തൊഴിൽ തരണമേ എന്ന് യേശുവിനോട് നമുക്ക് പറയാമോ, പ്രാർത്ഥിക്കാമോ? അതുപോലെ തന്നെ കൂലിവേലകളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം ജനത ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂലിവേലകളില്ല കർത്താവേ, വരുമാന മാർഗങ്ങളില്ല നാഥ. പല പദ്ധതികളും പ്ലാനുകളും ഒക്കെ ജീവിതത്തിലുണ്ടായിരുന്നു, എല്ലാം തകർന്നു പോയി യേശുവേ എന്ന് കരയുന്നവര്. യേശുവേ, നീ അങ്ങ് വഴി തുറക്കുന്ന ദൈവമാണല്ലോ. 9 വഴി അടയുമ്പോൾ മറ്റൊരു ജനാല തുറന്നു തന്ന് വെളിച്ചം തരുന്നതായ ഒരു ദൈവം. 9 വാതിലുകൾ അടയുമ്പോൾ 10ാമത് ഒരു ജനാല തുറന്നു തന്ന് വെളിച്ചം തന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. കൂലിവേലകൾ ചെയ്യുന്നവരെ നമുക്ക് സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്താമോ? മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട്, വിവിധ കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കൃഷിപ്പണികൾ ചെയ്യുന്നവർ, എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാമോ? സർക്കാർ സേവനങ്ങളിലായിരിക്കുന്നവർ, പ്രൈവറ്റ് മേഖലകളിൽ പണിയെടുക്കുന്നവർ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്ത് വിദേശങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർ സുരക്ഷിതരായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ എത്ര വേഗം നാട്ടിൽ മടങ്ങി വരാനുള്ള ഭാഗ്യം കിട്ടാൻ അവർക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായി സ്തോത്രം ചെയ്യാം.
ദൈവമേ, ഞങ്ങളുടെ ആരാധനകൾ എത്ര വേഗം പുനഃസ്ഥാപിക്കപ്പെടാൻ. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്ന ആശാ കേന്ദ്രമാണ്, അഭയകേന്ദ്രമാണ് ഞങ്ങളുടെ തിരുവാലയം. ഒരുപാട് നാളുകളായി കർത്താവേ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഇന്നില്ല. അങ്ങനെയുള്ള ഭാരമാണ് ഞങ്ങളുടെ ലോകത്തിൽ വന്നിരിക്കുന്നത്. യേശുവേ, എത്ര വേഗം ആലയത്തിൽ പോകാനുള്ള ഒരു ഭാഗ്യം നീ തരണമേ എന്ന് യേശുവിനോട് ഹൃദയഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ എല്ലാ സുവിശേഷ വേലകൾക്കായും സ്തോത്രം ചെയ്യാം. മിഷണറി പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്ത് നമ്മുടെ വിവിധ സ്റ്റേറ്റുകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ മിഷണറിമാർ വളരെ ഞെരുക്കത്തോടെ കഴിയുന്ന ഒരു അവസരം. ഒരുപാട് സുവിശേഷ പ്രവർത്തകർ വളരെ ഭാരത്തോടെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക സമയം. ദൈവമേ, നിന്റെ ശക്തി, നിന്റെ ധൈര്യം അയക്കണമേ എന്ന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് വിനയമായിട്ട് പ്രാർത്ഥിക്കാം. ഏകാന്തത അനുഭവിക്കുന്നവർ, ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ആൾക്കാർ, വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, കൈകാലുകളുടെ വേദനകൾ, അസ്ഥി തേയ്മാന സംബന്ധമായ ക്ഷീണങ്ങളാൽ ഭാരപ്പെടുന്നവർ, ശ്വാസമുട്ടലിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഹൃദയവേദനയിലൂടെ, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളിലൂടെ ഇന്ന് ഈ ആരാധനയിലായിരിക്കുന്നവര്, അലർജിയുടെ പ്രയാസങ്ങൾ, വിട്ടുമാറാത്ത തലവേദനകൾ, പലപ്പോഴും ശരീരത്തെ തളർത്തിക്കളയുന്ന ശരീരത്തിന്റെ ക്ഷീണങ്ങൾ, ശരീരത്തിന്റെ അസ്വസ്ഥതകൾ, വേദനകൾ, പലപ്പോഴും ദൈവമേ ശരീരത്തെ ഇഞ്ചിഞ്ചായിട്ട് മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ചില ചിന്താഭാരങ്ങൾ, അതെല്ലാം യേശുവേ ഞങ്ങളിതാ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മേൽ നീ കടന്നു വരണമേ. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു തന്ന് എല്ലാം സമൃദ്ധമായി നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. മനോഭാരത്താൽ ഞാൻ അലയുമ്പോൾ, മനസ്സിന്റെ വേദനയാൽ ഞാൻ പിടയുമ്പോൾ, എൻ്റെ മനസ്സുരുകുമ്പോൾ, അങ്ങനെ കരയുമ്പോൾ എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെന്ന് പാട്ടുകാരൻ പറയുകയാണ്. ഒരു നാളും അവൻ എന്നെ കൈവിടുകയില്ല, ഒരു നാളും എന്നെ അവൻ ഉപേക്ഷിക്കുകയില്ല. ഈ പാട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥനാ ഗാനമായി പാടാം. മനോഭാരത്താൽ അലയുമ്പോൾ, അലച്ചിലാണെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഭ്രാന്ത് പിടിച്ച് അലയുന്നത് പോലെ എന്ത് ചെയ്യും കർത്താവേ? അങ്ങനെ പോവുകയാണ്. ചിലപ്പോഴൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ അലയുന്നത് പോലെ മനോഭാരത്താൽ, മനസ്സിന്റെ വേദനകൾ കൊണ്ട് ഞാൻ അലയുന്നത് പോലെ ഇവിടെ എല്ലാം എൻ്റെ യേശു എനിക്ക് കൂടെ ഉണ്ടെന്ന് ഒരു പാട്ട് ഇവിടെ പാടുകയാണ്. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് എനിക്കെല്ലാം തരുന്ന എൻ്റെ യേശു എത്രയോ എത്രയോ നല്ലവൻ. ഒന്നിനെ കുറിച്ച് നമുക്ക് വിചാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. ഈ പാട്ടിൻ്റെ ഓരോ വാക്കുകളും വളരെ അർത്ഥഗാംഭീര്യമാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ മറ്റു ചിന്തകളൊന്നും മനസ്സിൽ വരരുത് എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ഗാനം ചേർന്ന് പാടാമോ? കണ്ണുനീരോടെ പാടാമോ? ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. മനോഭാരത്താൽ അലഞ്ഞ്
മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. വിശ്വാസത്തോടെ ആ രണ്ടുപേരെ ഒന്നും കൂടെ നമുക്ക് പാടാമോ? പ്രിയപ്പെട്ടവരെ, അവൻ ഒരു നാളും കൈവിടില്ല. വിശ്വസിക്കുക. വേദപുസ്തകത്തിൽ പറയുന്നു, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ കർത്താവേ, എന്നെ ഒരിക്കലും മറക്കാത്തവൻ ഉണ്ട്, എന്നെ ഒരിക്കലും കൈവിടാത്തവനുണ്ട്. ലോകം എന്നെ കൈവിടുമ്പോൾ, എന്റെ കൂടെയുള്ളവർ എന്നെ നിന്ദിച്ചു പറയുമ്പോൾ, എന്റെ കൂടെയുള്ളവർ എന്നെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ, എന്റെ കൂടെയുള്ളവർ യേശുവേ എനിക്ക് നേരെ വമ്പ് പറയുമ്പോൾ, ഒരു നാളും കൈവിടാതെ എന്നെ മാറോടണയ്ക്കുന്ന ഒരു കർത്താവ് എനിക്കായിട്ട് ഉള്ളല്ലോ. ദൈവമേ സ്തോത്രം. ആ യേശു കർത്താവ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ പുതിയ ആഴ്ചയിൽ ഞങ്ങളോടുകൂടെ ഉള്ള വലിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മഹാരോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ എത്ര വേഗം രക്ഷിക്കണമേ യേശു കർത്താവേ. ഞങ്ങളുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോലും നാഥാ, ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ സഞ്ചരിപ്പാനോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനോ ആരാധിപ്പാനോ ഒന്നും പറ്റുന്നില്ല തമ്പുരാനെ. ദൈവമേ, ഈ വലിയ കഷ്ടതയിൽ നിന്നും രക്ഷിക്കണമേ. പലയിടങ്ങളിലും രോഗം കുറഞ്ഞു വരുന്നു, പക്ഷേ പലപ്പോഴും അത് വർദ്ധിച്ചുകൊണ്ടുമിരിക്കുന്നു കർത്താവേ. ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എല്ലാം പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. എല്ലാറ്റിലുപരി എന്റെ ദൈവം പ്രവർത്തിച്ചാലേ ഇതിനൊരു പരിഹാരമുള്ളൂ. നാഥാ, നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. ഒരു വാക്ക് മതിയല്ലോ കർത്താവേ സൗഖ്യമാക്കാൻ. ഒരു വാക്ക് മതി ഈ വലിയ രോഗാണുവിനെ നശിപ്പിക്കാൻ. കർത്താവേ, നിനക്ക് ഒരു വാക്ക് മതി. നിന്റെ രക്തത്തിന് മാത്രം മതി. നിന്റെ രക്തത്തിന് മാത്രം ആ ശക്തി ഉണ്ട്. കർത്താവേ, നീ പൂർണ്ണ വിടുതൽ നൽകണമേ, പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമേ. എല്ലാം ദൈവപാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി അടിയൻ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഇവരാരും വേദനപ്പെട്ടു പോകരുത്, ഇവരാരും കഷ്ടപ്പെട്ടു പോകരുത്, ഇവരുടെ മനസ്സുകൾ നിരാശപ്പെട്ടു പോകരുതേ കർത്താവേ. ഭവനത്തിലാണ് എങ്കിലും നാഥാ, ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുവാൻ ഇടവരുത്തരുതേ. ഈ നിന്റെ മക്കളെ അവിടുന്ന് കരങ്ങളിൽ വഹിച്ചിരിക്കുക. സ്തോത്രം. ഒരു ദോഷവും നിന്റെ മക്കൾക്ക് ഉണ്ടാകരുതേ കർത്താവേ. ഞങ്ങളെ മറ്റുമായും സമർപ്പിക്കുന്നു കർത്താവെ, ഞങ്ങളെ മറ്റുമായും സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ പുതിയ ദിവസങ്ങൾ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷകളെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവവചന ധ്യാനത്തിന് മുമ്പായി നമുക്കൊരു പാട്ട് പാടാം. ക്രിസ്തീയ ഗീതത്തിലെ 508 പാട്ട്. 508 പാട്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി.
ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്നെ കരം പിടിച്ച് നടത്തി. ഹാഗറിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ അലഞ്ഞപ്പോൾ മരുഭൂമിയിൽ ജീവജലം എനിക്ക് തന്ന് എന്നെ നടത്തി. ഏകനായി, നിന്ദിനായി, പരദേശിയായി, നാടും വീടൊക്കെ വിട്ട് അലഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്നെ മാറോട് അണച്ചു എന്നൊക്കെ തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട്. ഇതൊരു സ്തോത്രഗീതമായും ഒരു പ്രത്യാശ ഗീതമായി നമ്മൾ വചനം കേൾക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സുകളെ ഒക്കെ ഒന്ന് പാകപ്പെടുത്തിക്കൊണ്ട് ഇത്രത്തോളം എന്നെ ദൈവം സഹായിച്ചു, ആ ദൈവം ഇനിയും എന്നെ സഹായിക്കും എന്ന ആ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്നെ പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്നെ പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രാർത്ഥിക്കാം.
തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വീണ്ടും പുതിയ തീരുമാനം എടുക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ തിരുത്താനും ഞങ്ങളെ സഹായിക്കുന്ന വചനം ജഡം ധരിച്ച് ഇറങ്ങി വന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾ ദൈവമേ അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനം ഞങ്ങളുടെ തുടർ ജീവിതത്തിന് വളരെ അനുഗ്രഹവും പ്രയോജനകരവുമാക്കണമേ. ബലഹീനനായ അടിയനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചന കേൾക്കണ പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പ്രത്യേകാൽ ഈ നാളുകളിലെ ആരാധന രീതി അനുസരിച്ച് ഇന്ന് നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഒരു മനസ്സോടെ ആയിരിക്കാനും നവമാധ്യമത്തിലൂടെ ആരാധനയിൽ പങ്കുചേരാനും ഒക്കെ ദൈവം ഒരുക്കിയ ഈ വലിയ ഭാഗ്യത്തിനായി നിങ്ങളോട് ചേർന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരേറ്റുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് തമ്പുരാന്റെ പാദപീഠത്തിലിരിക്കാനുള്ള ഭാഗ്യം തന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാനും സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്താനും നമ്മുടെ ഭാരങ്ങളെ ആ സ്വർഗീയ സന്നിധാനത്തിൽ ക്രൂശിൻ്റെ അടിവാരത്തിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനാ സമയത്ത് പാടിയ പാട്ട് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കയില്ല. പാടി വന്നപ്പോൾ ആ 2 വരി ഒന്നുകൂടെ പാടണമെന്ന് തോന്നി പാടിയതാണ്. ഒരു നാളും നമ്മെ കൈവിടില്ല, ഒരു നാളും നമ്മെ ഉപേക്ഷിക്കില്ല. ഇതൊരു മനുഷ്യന്റെ ബുദ്ധിയുടെ വാക്കല്ല, ദൈവത്തിൻ്റെ ബുദ്ധിയാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാക്ക് നമുക്ക് ഈ ആഴ്ചത്തേക്ക് വലിയൊരു ധൈര്യമായിരിക്കട്ടെ. ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകൾ നിറയുന്നു എന്ന് തോന്നുമ്പോൾ ഈ വാക്ക്, ഈ 2 വരി ഒന്ന് ഓർക്കുക. അതെൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഈ 2 വരി ഒന്ന് ഓർക്കുക, ഒന്ന് മനഃപൂർവ്വം ഒന്ന് ഓർക്കുക. അവിടെ നമ്മൾ ഒരുമിച്ച് പാടിയ പാട്ട് അത് ഓർക്കുക. നിശ്ചയമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതുവരെ നടത്തിയ ദൈവം, അതുകൊണ്ടാണ് പ്രസംഗത്തിന് മുമ്പായിട്ട് ആ പാട്ട് പാടിയത്. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, അല്ലേ? എന്നെ നടത്തിയില്ല എന്ന് പറയാനായിട്ട് ആർക്കാണ് പറ്റുന്നത്? ദൈവം എന്നെ നടത്തിയില്ല, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. ദൈവം പ്രാർത്ഥന കേട്ടത് കൊണ്ടാണ്, ദൈവം എന്നെ നടത്തിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കൊന്ന് ആ പാട്ട് പാടാനായിട്ട് പറ്റിയത്. ദൈവം നടത്തുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ജീവനോടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും ഉള്ളത് കൊണ്ടാണ് ജീവനെ നശിപ്പിക്കാതെ നമ്മളിവിടെ ഇരിക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അപ്പൊ അതുകൊണ്ട് നടത്തി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റൂ. നടത്തിയില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ആ ദൈവം ഇനിയും നമ്മെ നടത്തും. ആ വിശ്വാസത്തോടു കൂടെ തന്നെ നമുക്കായിരിക്കാം. മെയ് മാസം 1-ാമത്തെ ഞായറാഴ്ചയാണ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നു വചനം ധ്യാനിക്കാം. പ്രത്യേകിച്ചും ഒരു കൊച്ചറിയിപ്പായിട്ടുള്ളത്, ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും മാസവരി കാർഡുകൾ വാങ്ങിക്കൊണ്ട് പോയി. നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അത് അവർ നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നല്ലൊരു ശതമാനം മാസവരി ആയിട്ടോ നേർച്ചയായിട്ടോ ഒക്കെ പ്രത്യേക സഭയ്ക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റിവെച്ച് നല്ലൊരു ശതമാനം ആൾക്കാർ ഡീക്കന്മാർ വഴി കൊടുത്തയച്ചത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം അവരിലൂടെ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തുടർന്നും പ്രത്യേക പ്രാർത്ഥനകളിൽ ഓർക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കുചേരാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ ഈ ആലയം എപ്പോൾ തുറക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ എത്ര വേഗം തുറന്ന് കിട്ടണമെന്ന് പറഞ്ഞ്. പക്ഷെ എങ്കിലും നമുക്ക് ആരാധനകൾക്ക് മുടക്കം വരാൻ പാടില്ലല്ലോ.
ഇന്ന് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആദിമസഭയുടെ ആത്മീയത, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കാം, എങ്കിലും ഈ കാലഘട്ടത്ത് അത് വളരെ അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. സഭയ്ക്ക് വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായപ്പോൾ, പ്രയാസങ്ങൾ സംഭവിച്ച് വന്നപ്പോൾ ആദിമസഭയുടെ ആത്മീയത എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കുറിവാക്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം എങ്ങനെ ക്രൈസ്തവ സഭ വളർന്നു എന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നത്. നോമ്പ് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ 4 സുവിശേഷങ്ങൾ വായിച്ച് തീർത്തവരാണ്. ഒരുപാട് ആൾക്കാർ അതിനെ തുടർന്നുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. അത് വായിക്കുമ്പോൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ക്രൂശ് മരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എങ്ങനെയാണ് ഈ ക്രൈസ്തവ സഭ വളർന്നുകൊണ്ടിരുന്നത് എന്നതാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് മാളിക മുറിയിലേക്ക് അവിടെ കടന്നു വരികയാണ്. വിവിധ ഭാഷക്കാർ, വിവിധ വംശജർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആ മാളിക മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഒരുമിച്ച് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവിടെ ഒരു വലിയ സഭ രൂപപ്പെടുകയാണ്. പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000-ഓളം ആൾക്കാര് മനസ്സാന്തരപ്പെട്ട് സഭയിലേക്ക് ചേർന്നതും ഈ പാഠഭാഗങ്ങളിലൂടെ, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സഭ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകം എൻ്റെ വായനയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, യുദ്ധത്തിനായി വിളിക്കപ്പെട്ട ഒരു കൂട്ടർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് സഭ. യുദ്ധത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക കൂട്ടം. ഒരു ദേശത്തെ ഒരു സഭയെ, ഒരു വിശ്വാസ സമൂഹത്തെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു യുദ്ധമാണ് അവർക്ക് നേരെ ഉള്ളത്. ആ യുദ്ധങ്ങൾ എടുത്തുള്ള യുദ്ധമല്ല, പിന്നെ എന്താണ്? ആ ദേശത്തിലെ അന്ധകാര ശക്തികളുണ്ട്, അതിനെതിരായിട്ടുള്ളതായ ഒരു യുദ്ധം, ഒരു വിശ്വാസത്താലുള്ള, ഒരു പ്രാർത്ഥനയാലുള്ളതായ ഒരു യുദ്ധം. ഒരു ദേശത്ത് മന്ത്രശക്തികൾ, ആഭിചാര ശക്തികളുണ്ട്, അതിനെതിരായിട്ടുള്ളതായ വിശ്വാസികളുടെ ഒരു പോരാട്ടം, ഒരു യുദ്ധം. പൈശാചിക വാഴ്ചയിൽ ഒരു ദേശം അടിമപ്പെട്ടിരിക്കുകയാണ്. ആ ദേശത്തിനെതിരായിട്ടുള്ളതായ വിശ്വാസികളുടെ ഒരു ശക്തമായിട്ടുള്ള യുദ്ധം, അതാണ് സഭ എന്ന് പറയുന്നത്. യുദ്ധത്തിനായിട്ട് വിളിക്കപ്പെട്ടതായ ഒരു കൂട്ടർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് സഭ. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടുന്ന സഭ, ഞാൻ ഉൾപ്പെടുന്ന വിശ്വാസ കൂട്ടായ്മ എന്ന് പറയുന്ന സഭ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണോ? ഈ സഭയിലെ, ഞാൻ ഈ പറഞ്ഞ വിശ്വാസികളുടെ കൂട്ടമായ ഈ സഭയിലെ ഞാൻ പാർക്കുന്ന എൻ്റെ ദേശത്തിലെ അന്ധകാര ശക്തികൾക്കെതിരായി, തന്ത്ര ശക്തികൾക്കെതിരായി, പൈശാചിക ശക്തികൾക്കെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയിലെ വ്യക്തിയാണോ ഞാൻ എന്നാണ് നമ്മൾ അവിടെ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നത് എന്തോന്നാണ്? ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഈ കാലഘട്ടം കടന്നു പോകുന്നത്. അപ്പോൾ സഭ അവിടെ ശക്തിപ്പെടേണ്ടതാണ്, സഭ അവിടെ ബലപ്പെടേണ്ടവരാണ്. നമുക്ക് ആലയങ്ങൾ തുറക്കുന്നില്ല എന്ന ഒറ്റ കാരണമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഭവനങ്ങളിൽ സഭയാണ്. നല്ല കൂട്ടായ്മകൾ ശക്തിപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനകളും ആരാധനകളും ശക്തിപ്പെട്ട് ഒരേ സമയത്ത് 8:30 മുതൽ 9:30 വരെ അവിടങ്ങളിൽ സഭകൾ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് സഭ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ ആദിമ സഭയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്?
മൂന്നാല് കാര്യങ്ങളാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദിമസഭയുടെ ആത്മീയത, ആദിമസഭയുടെ ലക്ഷണം, അത് നമ്മുടെ കൂട്ടായ്മകളിൽ കൂടിയേ തീരൂ. അങ്ങനെയെങ്കിൽ ഒന്നാമത് പറയുകയാണ്, ആദ്യ സഭ എന്ന് പറയുന്നത് ദൈവവചനം പഠിക്കുന്ന സഭയായിരുന്നു എന്നതാണ്. ദൈവവചനം പഠിക്കുന്ന സഭയാണ് എന്നതാണ്. എന്താണ് ഈ പഠനത്തിന്റെ വിവിധ വശങ്ങൾ? കേൾക്കാനുള്ള മനസ്സ്, അതിലൂടെ കീഴ്പ്പെട്ടിരിക്കുക, ഗുരുസന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കുക. കേൾക്കാനുള്ള മനസ്സ് പഠനത്തിന്റെ ഒരു വശമാണ്. അച്ഛൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേൾക്കാനുള്ള മനസ്സ്, ആരോ പ്രസംഗിച്ചോട്ടെ, TV മാധ്യമങ്ങളിലൂടെ പ്രസംഗങ്ങൾ കേൾക്കുകയാണ്. കേൾക്കാനുള്ള ഒരു മനസ്സ്. വേദപുസ്തകം നമ്മൾ വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ, 5 വാക്യം വായിക്കുമ്പോൾ, അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രസംഗിച്ച് നമ്മെ കേൾപ്പിക്കുകയാണ്. അതിനെ കേൾക്കാനുള്ള ഒരു മനസ്സ്. ദൈവവചനം വായിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും കുത്തുകൊള്ളുമ്പോൾ, ഇത് എന്റെ കുറവാണ് ഈ വചനത്തിൽ പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനെ കേൾക്കാനുള്ള എന്റെ ഒരു മനസ്സ്, അതിന് കീഴ്പ്പെടാനുള്ള എന്റെ ഒരു മനസ്സ്. ആദ്യ സഭ ദൈവവചനം പഠിക്കുന്ന സഭയായിരുന്നു. ദൈവവചനത്തെ കേൾക്കാനുള്ള ഒരു മനസ്സ്. വീണ്ടും പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കണം എന്നതാണ്. പഠിക്കുന്നതിന്റെ തലങ്ങളാണ് നമ്മൾ പറയുന്നത്. കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. കേട്ടിട്ട് അങ്ങ് പോയാൽ പോരാ. കേൾക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കണം. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് വരും. സമാധാനത്തിന് വേണ്ടി ഒരു വചനം നമ്മൾ ഒരു ഞായറാഴ്ച കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ, വിവിധ ഇടങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥകൾ നമുക്കുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിച്ച് കേൾപ്പിച്ച സമാധാനം തരുന്ന വചനം നമ്മൾ അവിടെ ആവർത്തിച്ച് ചിന്തിക്കണം. അപ്പൊ അതാണ് പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. വീണ്ടും പഠനവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിനെ ഹൃദിസ്ഥമാക്കണം എന്നുള്ളതാണ്. ബൈ ഹാർട്ടാക്കി പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഹൃദിസ്ഥമാക്കി പഠിക്കണം. കല്ലിൽ കൊത്തപ്പെട്ട അക്ഷരം പോലെ അതിനെ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. ഇതാണ് ആദിമസഭയുടെ ആത്മീയതയുടെ ഒന്നാമത്തെ ലക്ഷണം. നമ്മുടെ സഭയുടെ, നമ്മുടെ കൂട്ടായ്മയുടെ പരമപ്രധാനമായ ലക്ഷണം ഇതാണോ? അല്ലെങ്കിൽ നമുക്ക് എവിടെയോ പാളിച്ച പറ്റി എന്നതാണ്. അവർക്ക് ദൈവവചനം പഠിക്കുന്ന സഭയാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു അവർ പഠിക്കുന്ന ഒരു സഭയാണ് എന്നാണ് അവിടെ ഞാൻ ഒന്നാമത് പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ പഠിപ്പിച്ചത് എന്തൊന്നാണ്? ആ കാലഘട്ടത്തെ പുസ്തക ചുരുളുകളോ ഒന്നും തന്നെ വായിച്ച് പഠിക്കാനായിട്ട് അവർക്കില്ല. അവർ കേട്ടാണ് പഠിച്ചത്. എന്താണ് അവർ പഠിച്ചതിന്റെ സംക്ഷിപ്തം? 1 യോഹന്നാൻ 1-2 ഈ വാക്യങ്ങളിൽ അവർ കേട്ട് പഠിച്ചതിനെ അവിടെ പറയുകയാണ്. പഠിച്ചതിന്റെ സംക്ഷിപ്തം പറയുകയാണ്. അവർ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനമാണ് ഞങ്ങളിതാ നിങ്ങളോട് പറയുന്നത് എന്നാണ്. അപ്പൊ അവരങ്ങനെ കേട്ട് പഠിച്ചു. ആദ്യം മുതലുള്ളത്, ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളത്, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടത്, ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾ അനുഭവിച്ചത്, ആ വർത്തമാനമാണ് ഞങ്ങളിതാ നിങ്ങളോട് പറയുന്നത്. അതവർ കേട്ട് പഠിച്ചു എന്ന ദൈവവചനം ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ട് അപ്പാടെ അങ്ങ് വിശ്വസിക്കുക. ദൈവവചനമാണ് അതിൽ പറയുന്നത്, അതിൽ കേട്ട് വിശ്വസിക്കുക. അതാണ് ഈ ആദിമസഭയുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും, കോവിഡോ മറ്റ് എന്ത് മാരകമായ രോഗമോ വന്നോട്ടെ, കോവിഡ് മാറുമ്പോൾ മറ്റൊരു വെള്ളപ്പൊക്കം വരും, എന്തോ വന്നോട്ടെ, ദൈവവചനത്തിൽ നമ്മൾ കേട്ട് അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വളർച്ചയും ഒരു ധൈര്യവും ഒക്കെ നമുക്കുണ്ടാകും. രണ്ടാമത്, ഈ ആദിമസഭയുടെ ആത്മീയതയുടെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവർ കൂട്ടായ്മ ആചരിച്ചു എന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 2:42 പറയുക. അപ്പോ ഒരു സഭയുടെ രണ്ടാമത്തെ പരമപ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് കൂട്ടായ്മ ആചരിക്കുകയാണ്. ശ്രദ്ധയോടുകൂടെയുള്ള ദൈവവചന പഠനത്തിലൂടെ അവർ ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്നവരാണ്. ഞങ്ങളുടെ ഇടയിൽ ഭിന്നത പാടില്ല, ഞങ്ങളുടെ ഇടയിൽ കക്ഷി വഴക്ക് പാടില്ല.
ഞങ്ങളുടെ ഇടയിൽ തെറ്റുകൾ വന്നു പോകും. എങ്കിലും അങ്ങനെ വരുത്തുന്നവനെ നമ്മൾ ഒറ്റപ്പെടുത്താനായിട്ട് പാടില്ല. നമ്മൾ ദൈവവിശ്വാസികളാണ്. ദൈവവചനം പഠിച്ച അവർക്ക് തോന്നിയ കാര്യം നമ്മൾ കൂട്ടായ്മയിൽ വളർന്നേ പറ്റൂ. നമ്മൾ കൂട്ടായ്മയിൽ വളർന്നേ പറ്റൂ. 2-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ സഭയുടെ കാര്യങ്ങൾക്കായിട്ട് അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വന്നു എന്നാണ്. അവർ ഒരുമനപ്പെട്ട് ദൈവാലയത്തിലേക്ക് കൂടി വന്നു. സഭാ കാര്യങ്ങൾ ആലോചിക്കാൻ, വിശ്വാസികളുടെ കാര്യങ്ങൾ ആലോചിക്കാൻ അവർ ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കൂടി വന്നു. ഇന്ന് പല സഭകളിലും കാര്യങ്ങൾ ആലോചിക്കാൻ ഒരുമനപ്പെട്ട് വീടുകളിലാണ് കൂടുന്നത്. അത് മറ്റൊരു വശമാണ്. വേദപുസ്തകത്തിൽ പറയുകയാണ്, നിങ്ങൾ സഭയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസികളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, സഭയുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കൂടി വരിക. നിങ്ങൾ ഒരുമനപ്പെട്ട് വീടുകളിൽ കൂടിയിരിക്കാനല്ല, കൂടിയിരുന്ന് ആലോചിക്കാനല്ല പറയുന്നത്. അപ്പോൾ അവിടെ ഭിന്നത ഉണ്ടാകും, അപ്പോൾ അവിടെ വിദ്വേഷം ഉണ്ടാകും. ആദിമസഭ നമ്മെ ശാന്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, അവർ ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വന്നു. സഭയുടെ കാര്യങ്ങൾ ആലോചിക്കാം, അവരുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാം, സഭയുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവർ ദൈവാലയത്തിൽ അവർ ഒരുമിച്ച് കൂടി വന്നു എന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 11:26 പറയുകയാണ്, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടി വന്നു. എന്തിനാണ്? സ്തേഫാനോസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അവിടെ വന്നപ്പോൾ അവർ ഒരു സംവത്സരം മുഴുവനും ഉറച്ച വിശ്വാസത്തോടെ അവർ ആലോചനകൾ എടുക്കാനായിട്ട് പള്ളിയിൽ അവർ കൂടി വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആദിമസഭയുടെ 2-ാമത്തെ നല്ല ലക്ഷണം എന്ന് പറയുന്നത് അവർ കൂട്ടായ്മ ആചരിച്ചു എന്നുള്ളതാണ്. അവർ ദിനം പ്രതി ദിവസം തോറും അവരുടെ ആലയത്തെ കുറിച്ചുള്ള ഒരു എരിവ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആലയത്തെ കുറിച്ചുള്ളതായ ഒരു എരിവ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. വീണ്ടും പറയുകയാണ്, ആദിമസഭയെ കുറിച്ച് അവിടെ എഴുത്തുകാരൻ പറയുന്നത്, അവർ സാമാന്യ ജനമാണ്, അവർ പഠിപ്പില്ലാത്തവരാണ്, അവർ സാധുക്കളാണ്, എന്നാൽ പരസ്പരം സ്നേഹിക്കാനും കരുതുവാനും അറിയാവുന്നവരാണ്. അവർ സാമാന്യരാണ്, പഠിപ്പില്ലാത്തവരാണ്, സാധുക്കളാണ്. പക്ഷേ അവർക്കൊരു കാര്യം മാത്രം അറിയാം, അവർക്ക് സ്നേഹിക്കാൻ അറിയാം, പരസ്പരം കരുതാൻ അവർക്കറിയാം. മൂന്നാമത് എന്താണ് ഈ ആദിമ സഭയുടെ ലക്ഷണം? മൂന്നാമത്തെ ലക്ഷണം, പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു ആദിമ സഭ. പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു ആദിമ സഭ. അപ്പോസ്തലപ്രവൃത്തി 2:42 ആ വാക്യത്തിലാണ് അത് പറയുന്നത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഇങ്ങനെ വായിച്ച് വരുമ്പോൾ കർത്താവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് നേരിട്ട ഭീഷണികളും പ്രയാസങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ വർണ്ണിച്ച് താഴോട്ട് പോകുകയാണ്. പത്രോസ് യോഹന്നാനും പിറവിയിലും മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ കുറെ പേർ ക്ഷുഭിതരായി ദേഷ്യപ്പെട്ടു. അധികാരികൾ അവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. വെളിച്ചപ്പാടത്തിടെ പിശാചിനെ പൗലോസ് ശീലാസ് ശാസിച്ചപ്പോൾ അവരെ കാരാഗ്രഹത്തിലിട്ടു, അവരെ ജയിലിലിട്ടു എന്ന് അവിടെയും പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12:5 പറയുകയാണ്, പത്രോസിനെ തടവിൽ ആക്കിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിൽ പൗലോസിനെ ശീലാസിനെ വിട്ടപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് വരുന്ന ഒരു മനോഹരമായ പാട്ടുണ്ട്. അപ്പോസ്തലന്മാർ രാത്രികാലം ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി അവരെല്ലാവരും മോചിതരായി. ബന്ധനമഴിയും കെട്ടുകളെയും ആരാധനകൾ പ്രാർത്ഥനയിലൂടെ ഇതെല്ലാം അഴിയും എന്നൊക്കെ അവിടെ നമ്മൾ പാടി കേട്ടിട്ടുണ്ട്. ഞാനത് പാടാനായിട്ട് തുനിയുന്നില്ല, നമുക്ക് സമയമില്ലല്ലോ. അപ്പോ ആദിമസഭയുടെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു സഭ. സഭയിലെ ആൾക്കാരുടെ ലക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന സ്വഭാവം. സഭയിലെ ശുശ്രൂഷകരുടെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് എന്റെയും നിങ്ങളുടെയും
ആദിമസഭ വിശ്വാസികളുടെ ചുമതല എന്ന് പറയുന്നത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ആമുഖത്തിൽ, സഭ എന്ന് പറയുന്നത് യുദ്ധത്തിനായി വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. പ്രാർത്ഥനയാണ് അവരുടെ പരിചയം, അവരുടെ വാദം. ആദിമസഭ പഠിപ്പിക്കുകയാണ് അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു എന്നതാണ്. അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ശോധന ചെയ്യാമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഞാൻ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ അയൽക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഒന്ന് ശാന്തമായി ചിന്തിക്കുക. മറ്റൊരു കാര്യം ഈ ഭാഗത്ത്, ഈ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, അവർ സകലവും പൊതുവക എന്നെണ്ണി എന്നുള്ളതാണ്. അവർ സകലവും പൊതുവക എന്നെണ്ണി എന്നുള്ളതാണ്. അവരുടെ സമ്പത്ത് മറ്റുള്ളവരുമായി അവർ പങ്കിട്ടു എന്ന ഒരു സത്യം. സമ്പത്തിന്റെ ആ ഒരു സൂക്ഷ്മമായ കൈകാര്യം ചെയ്യലാണ് നമ്മൾ അവിടെ ഓർക്കേണ്ടത്. ആദിമസഭയിൽ സമ്പന്നരും ദരിദ്രരും ഉണ്ടായിരുന്നു. പക്ഷേ പ്രയാസവേളകളിൽ ദരിദ്രർ അവിടെ ജീവിച്ചു എന്നാണ്. കാരണം എന്താണ്? അവർ ഓടോടിയില്ല. അവരെ തന്നെ സമ്പന്നർ അവരുടെ സമ്പത്ത് ഷെയർ ചെയ്ത് ദരിദ്രർക്ക് കൊടുത്തു എന്നതാണ്. ഷെയർ ചെയ്ത് കൊടുത്തു എന്നതാണ്. ഇന്ന് മറ്റൊരു സന്തോഷമുള്ളത്, ഇന്ന് 10:30 മണി മുതൽ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും കമ്മിറ്റിക്കാര് സന്ദർശിച്ച് അവരുടെ നേതൃത്വത്തിൽ കൊറോണ കിറ്റ്, പള്ളിയെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു കൊറോണ കിറ്റ് നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. നിങ്ങളെല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം പാടണം. ഒരു ചെറിയൊരു ഒരു സഹായം പോലെ നമ്മുടെ പള്ളി അത് ചെയ്യുകയാണ്. നമ്മുടെ പള്ളിയിലെ പേർ ഫണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോ ഇവിടെ പറയുന്നത് അവർ സകലതും പൊതുവക എന്നെണ്ണി. സമ്പന്നരും ദരിദ്രരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കഷ്ടകാലങ്ങളിൽ ദരിദ്രർ അവിടെ വീർപ്പുമുട്ടേണ്ട ആവശ്യമില്ല. ആ പള്ളിയിലെ സമ്പന്നർ അവിടെ കൈതാങ്ങി. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സഹോദര, വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുക. ഈ കാലഘട്ടത്ത് എന്റെ സമ്പത്ത് ഏത് ദരിദ്രന് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു? ഏത് ദരിദ്രന് എനിക്കൊന്ന് കൈ താങ്ങാനായിട്ട് സാധിച്ചു? അതാണ് നമ്മൾ ഇവിടെ കേൾക്കേണ്ടുന്നതായ ഒരു സംഗതി. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4 കാര്യങ്ങളാണ് ഈ കുറുവാക്യത്തിൽ പറയുന്നത്. ആദിമസഭയുടെ ആത്മീയത നമ്മുടെ സഭയുടെയും ആത്മീയത ആകണം. ഒന്നാമത് പറഞ്ഞു, അവർ ദൈവവചനം പഠിക്കുന്ന സഭയാണ്. ദൈവവചനം പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ദൈവവചനമാണ്. ദൈവവചനം പഠിക്കുന്ന സഭ. ദൈവവചനം നമ്മൾ കേൾക്കണം. ദൈവത്തിൻ്റെ വചനമാണ്, ആദിമസഭയിലെ വചനമാണ് ഞാനിന്ന് കേട്ടത്. അത് കേൾക്കണം. അത് കേൾക്കാനുള്ള ഒരു മനസ്സ്. രണ്ടാമത്, അവർ കൂട്ടായ്മ ആചരിച്ചു. കൂട്ടായ്മ ആചരിക്കാനായിട്ട്, കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് ഒരു പള്ളിയിൽ വന്നു. വീട്ടിലല്ല അവർ പോയത്. പ്രത്യുത അവർ പള്ളിയുടെ കാര്യങ്ങൾ ആലോചിക്കാൻ, വിശ്വാസികളുടെ കാര്യങ്ങൾ ആലോചിക്കാൻ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദിവസം അവർ പള്ളിയിൽ വന്നു. ഇത് നമ്മുടെ സഭയുടെ പരമപ്രധാനമായ ലക്ഷണമാണ്. മൂന്നാമത് പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. പ്രാർത്ഥിക്കുന്നവരാണ് പള്ളി ആൾക്കാരെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവരാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ നാളുകളിൽ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഒന്ന് തുറന്നു പറയുന്നത് കുഴപ്പമില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സഭ അല്ല എങ്കിൽ, വിശ്വാസികളല്ല എങ്കിൽ, അതൊരു പക്ഷേ ഈ വേദപുസ്തക കാഴ്ചപ്പാടനുസരിച്ച്, ഈ വാക്യത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് ദൈവത്തിന്റെ ഒരു സഭയായിട്ട് ദൈവം അംഗീകരിക്കുന്നില്ല. അത് തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സഭ നമ്മുടെ ദേശത്തിലെ അന്ധകാര ശക്തികൾക്കെതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇത് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒടുവിലായിട്ട് പറയുകയാണ്, അവർ സകലവും പൊതുവക എന്നെണ്ണി. സമ്പന്നരും ദരിദ്രരും ആദിമസഭയിൽ ഉണ്ടായിരുന്നു.
പക്ഷെ കഷ്ടനാളുകൾ വന്നപ്പോൾ സമ്പന്നർ അവരുടെ കൈ അയച്ച് ദരിദ്രരെ സഹായിച്ചു. ശാന്തമായിട്ട് ചിന്തിക്കുക, എനിക്ക് അങ്ങനെ സമ്പത്തുണ്ടെങ്കിൽ എൻ്റെ കൈ അയച്ച്, ആരും അറിയണ്ട, എൻ്റെ കൈ അയച്ച് ഞാൻ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തോ, ഏതെങ്കിലും ഒരു ദരിദ്രനെ ചെന്ന് കണ്ടോ, എങ്കിൽ ഞാനും നിങ്ങളും സഭയാണ്, ഞാനും നിങ്ങളും സഭ വിശ്വാസിയാണ്. ഈ വാക്കുകളാൽ നാമാകുന്ന സഭ ഒന്നുകൂടെ ബലപ്പെട്ടു വരാൻ ദൈവം സഹായിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാക്കുകൾ കേട്ട് മറക്കരുത്. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ചിന്തിക്കുമ്പോൾ മനസ്സിന് വേദന കൊണ്ട് പോയണം. അവിടെയാണ് എന്റെ പ്രസംഗം ഇന്ന് വിജയിക്കുന്നത്. ചിന്തിക്കുമ്പോൾ മനസ്സ് വേദന കൊണ്ട് പൊളയണം. ആ വചനമാണ് ദൈവം നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ സഭ വളരണം, ഇങ്ങനെ നമ്മുടെ വിശ്വാസികൾ വളരണം. അവിടെ ദൈവം നമ്മെ ആലിംഗനം ചെയ്യും, ദൈവം നമ്മെ മാറോടണയ്ക്കും, തൻ്റെ നാട്ടിലേക്ക് നമ്മെ ഒടുവിൽ ചേർത്ത് കൊള്ളും. വിശ്വസിച്ചവരുടെ കൂട്ടത്തെ സഭ എന്ന് കർത്താവ് എണ്ണുന്നു. അവരെ ദൈവം തൻ്റെ സ്വർഗനാട്ടിലേക്ക് ചേർത്തുകൊള്ളും. അതിൽ ചെന്നെത്താനായിട്ട് ഈ പറഞ്ഞ കാര്യാദികൾ എനിക്കും നിങ്ങൾക്കും കൈകോർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാമോ? അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ഞങ്ങളുടെ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിപ്പാൻ, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ശരണപ്പെടാൻ ഒരവസരം കൂടി തന്നതിനായിട്ട് കൊടാനുകൂടി സ്തോത്രം. യേശുവേ, ആദിമ സഭയിലുള്ള ആത്മീയത എന്ത് എന്ന് ഞങ്ങളെ നീ ശാന്തമായിട്ട് പഠിപ്പിച്ചല്ലോ, നന്ദി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ, ഈ സ്വഭാവങ്ങളെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ജീവിപ്പാൻ, അങ്ങനെ ഒരു സഭയായിട്ട് ഞങ്ങളുടെ ഈ വാലന്നുള്ള ദേശത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ വചനം ഇന്ന് കേട്ട് മറക്കാൻ അല്ല ഞങ്ങൾ ഇന്ന് ചിന്തിച്ചത്. ഈ വചനം ഞങ്ങൾ ഈ ആരാധന കഴിയുന്നത് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണമേ. ഈ വചനം ഞങ്ങൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കണമേ. ഈ വചനം അതിലൂടെ ഞങ്ങൾക്കൊരു പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകരമാക്കിക്കൊണ്ടിരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് വിനയമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം മൂർച്ചയേറിയ വചനമാണ്. അത് ഞങ്ങൾ ഇന്ന് കേൾപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ബലഹീനനായ അടിയനെ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ സങ്കടങ്ങളും എല്ലാം തമ്പുരാന്റെ കുരിശിന്റെ അടിവാരത്തിലേക്ക് സമർപ്പിച്ചു. ഇന്ന് മുതൽ ഞങ്ങൾ ഇതാ പുതിയ ആഴ്ച ആരംഭിച്ചിരിക്കുന്നു. കർത്താവെ, വഴിവക്കിൽ വെച്ച് ഞങ്ങൾ ആരും പട്ടുപോകരുതപ്പ. വഴിവക്കിൽ വെച്ച് ഞങ്ങൾ ആരും നശിച്ചു പോകരുതേ. അന്ത്യവരെയും ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, വീണ്ടും അടുത്ത ഞായറാഴ്ച സന്തോഷത്തോടെ ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കുറവുകളെല്ലാം പൊറുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിപ്പേ. നിങ്ങളെല്ലാവരും ധൈര്യപ്പെടുവേ. നിങ്ങളെല്ലാവരും സമാധാനത്തോടെ ഈ ഭൂമിയിലായിരിക്കും. നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും സഹവാസവും പ്രിയരെ നമ്മോടെല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.